ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ എണീറ്റോളാം, അതെൻ്റെ മുഖമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. പിന്നെ ഇന്നലത്തെ വീഡിയോയുടെ ഔട്ടർ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാര്യം ഇന്നലെ ഭയങ്കര ബിസി ആയിപ്പോയി. രാത്രി കുറേ പരിപാടികളുണ്ടായിരുന്നു. ക്യാമ്പ് ഫയർ, ബാർബിക്യൂ അടിക്കൽ, കുറേ പരിപാടിയാണ്. ഔട്ടർ ഒന്നും എടുക്കാൻ പറ്റിയില്ല, പക്ഷേ വീഡിയോസ് എല്ലാം എടുത്തിട്ടുണ്ട്, അതിൽ ആഡ് ചെയ്തേക്കാം. അപ്പോൾ ഞങ്ങളിപ്പോൾ രാവിലെ എല്ലാവരും എണീപ്പിച്ചത്. ഞങ്ങൾക്ക് ഇന്ന് നേരത്തെ ഇറങ്ങണം. ഇന്ന് കുറേ സ്ഥലത്ത് പോകാനുണ്ട്. ഏതൊരു സ്ഥലത്ത് പോകുന്നുണ്ട്, കുറേ മഡ് ഹൗസൊക്കെ കാണാൻ. അങ്ങനെ കുറേ സ്പോട്ടിലൊക്കെ ഇന്നെന്തോ പോകുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് കാണിച്ചു തരാം. ഇപ്പം എന്തോ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുമെന്ന് കേട്ടു. എല്ലാം കാണിച്ചു തരാം, പെട്ടെന്ന് റെഡി ആവട്ടെ. അത് ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് ഇപ്പം എന്നെ എല്ലാവരും കൂടെ വിളിച്ചു. ഇവിടെ ഒരു അരുവിയുണ്ട്, ആ അരുവി കാണാൻ പോകുക, അടിപൊളിയാണെന്ന് ഇങ്ങനെ കേട്ടു. അപ്പം അവരെല്ലാം ഇപ്പം അങ്ങോട്ട് പോയി, ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് പോവാ. ഇത് തന്നെ വഴിയും തോന്നിട്ടോ, ഒരു ചെറിയ ടാറിട്ട റോഡ് എന്നൊക്കെയാണ് പറഞ്ഞത്. ഇത് തന്നെ, ഇത് നമ്മുടെ ആൾക്കാർ, ഇത് നമ്മുടെ ആൾക്കാർ. ഓക്കെ, പറ. നമ്മൾ അരുവിയുടെ സ്പോട്ടിലെത്തി. വിചാരിച്ചത്ര ഇങ്ങനെ വലിയ അരുവിന്നൊന്നും പറയാനില്ല, ഒരു ചെറിയ സെറ്റപ്പ് കാണിച്ചു തരാം. കണ്ടോ, അതാണ് സംഭവം. ഇവിടെ ഇറങ്ങണമെന്നുണ്ട്, ഇവിടെ ഇറങ്ങാൻ സ്പോട്ടൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് ടൈമില്ല. കാര്യം പെട്ടെന്ന് തന്നെ കഴിച്ചിട്ട് അടുത്ത് സ്പോട്ട് പിടിക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഞങ്ങളപ്പോൾ എല്ലാവരും റെഡിയായി. ഞങ്ങളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു, പക്ഷെ അതൊന്നും ഞാൻ പിന്നെ വീഡിയോ എടുത്തില്ല. കാരണം നമ്മുടെ ഒരു കുട്ടി സബ്സ്ക്രൈബറാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു. താഴത്തെ ബെല്ലൈക്കാണെങ്കിൽ അമർത്തി പൊട്ടിക്കണം. നമ്മുടെ മാമൻ്റെ ഫോട്ടോ ആണെങ്കിൽ വീഡിയോസും ഫോട്ടോസും എല്ലാം സബ്സ്ക്രൈബ് ചെയ്യണേ. കണ്ട, അതാണ് ഞാൻ പഠിപ്പിച്ചു കൊടുത്തല്ല കേട്ടാ. ഗുഡ് മോർണിംഗ്. നല്ലവരായ എല്ലാ ആൾക്കാർക്കും ശുഭദിനം നേരുന്നു. അതാണ് കണ്ടു വാഗപ്പൂവിൻ കൂട, കണ്ടു മണിയിലങ്ങി തറകളും, മാനോടുന്നുണ്ടേ കൂടുമുണ്ടേ, കിളികൾ പലതുണ്ടേ. കാടേറാൻ വാ, കൂടേറാൻ വാ, കണ്ടതുമെല്ലാം കേട്ടതെല്ലാം കാണാൻ. നമ്മുടെ സ്ഥലത്തെത്തി. ഇവിടെയാണ് ഈ എന്നൂർ എന്ന സ്ഥലം. ഇവിടെ നമുക്ക് ആർച്ചറി സെറ്റപ്പ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇത് ഏറ്റവും കൂടുതൽ എനിക്ക് അടിപൊളിയായിട്ടൊന്ന് ഈ വ്യൂ ആട്ടോ. ഇവിടുന്ന് ഇതെന്താ അടിപൊളി വ്യൂ ആണ്. ഫുൾ ആ മലയുടെ ഒക്കെ ഫുൾ വ്യൂ കിട്ടും. നമ്മൾ ആദ്യം കയറി വന്നപ്പോൾ അവിടെ ആയിരുന്നു, അവിടുന്ന് ഇപ്പം ഇത്രയും കയറി വന്ന് ഇവിടം വരെ എത്തി. ഇവിടുത്തെ ഏറ്റവും അടിപൊളി ഈ വ്യൂ ഇതാണ്. കണ്ടോ, വ്യൂ അടിപൊളി, മലയൊക്കെ ഫുള്ള്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ അടുത്ത സ്പോട്ട് പിടിക്കുക. ഒന്നുമില്ല, ജസ്റ്റ് മുകളിലോട്ട് ഇങ്ങനെ പോവുക. ഇതുപോലെ ഓരോരോ കൂടാരങ്ങളല്ലേ, അതേ ഉള്ളൂ. ശരിക്കും ഇതല്ല ട്രൈബലിന്റെ കറക്റ്റ് ട്രൈബൽ ഇത് വീട് കണ്ടിട്ടില്ലേ, അതുപോലെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വേറെ സാധാരണ വീടല്ലേ. ഓ, അതുണ്ട് മുകളിലേക്ക്. മഡ് ഹൗസ് മുകളിലുണ്ട്. ഓക്കെ, നമ്മളങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇവിടെ എത്തി. ഇവിടെ മറ്റേ നെല്ല് കുത്തുന്ന സെറ്റപ്പ് ഉണ്ട്. നമുക്ക് ചോദിച്ചു നോക്കാം, നമുക്ക് ചെയ്യാൻ പറ്റുമോ. ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി സമ്മതിച്ചു. പവർ വരട്ടെ. പറഞ്ഞേക്ക്. നമ്മളങ്ങനെ ആദ്യത്തെ മഡ് ഹൗസിലെത്തി. എന്താ പ്രത്യേകത നോക്കാം. ഇവിടെ ഒരു ചെറിയ റൂമൊക്കെ ഉണ്ട്. ഒരു സ്ഥലത്തോടെ എൻട്രി, ഒരു സ്ഥലത്തോടെ എക്സിറ്റ്, അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. നമ്മൾ ആദ്യം വന്ന ഹോളിൽ ഇവിടെ പരിപാടിയാണ്. അടിപൊളി.
ഇത് അടുത്ത സ്പോട്ടാണ്. ഇവരുടെ വീടിൻ്റെ അകത്ത് ചെറിയൊരു ഡെമോൺസ്ട്രേഷൻ. അത് തൊട്ടിലായിരിക്കട്ടെ, തൊട്ടില് കിച്ചൺ സെറ്റപ്പ് ചെയ്തേക്കുക. നമ്മൾ മഡ് ഹൗസ് എല്ലാം കണ്ടു കഴിഞ്ഞ് തിരിച്ചിറങ്ങുക. ഫുഡ് പുറത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാവരും കരിക്ക് കുടിക്കാനൊക്കെ ആയിട്ട് കയറിയിട്ടുണ്ട്. എനിക്കിന്ന് കരിക്കൂടെ കുടിച്ചിട്ടായിരിക്കും ഇപ്പോൾ കഴിക്കുന്നത് വിൽട്ടൺ റെസ്റ്റോറൻറ്റ് വന്നു. വിൽട്ടണിൽ നിന്ന് കഴിച്ചു തുടങ്ങി. ഇവിടെ അടുത്ത് തന്നെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, എന്തോ അടിപൊളി വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞു. അപ്പം പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോകണം, കാര്യം ഓൾറെഡി ഇപ്പം ലേറ്റായി. വിൽട്ടൻ്റെ അവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ് വ്യൂ പോയിന്റ്. അപ്പം നമ്മൾ ആ വിൽട്ടൺ അവിടെ ആയിരുന്നു. അവിടെ നമ്മൾ ജസ്റ്റ് നടന്ന് കുറച്ചിങ്ങായി നമ്മൾ ഏകദേശം സ്പോട്ടിലെത്തി. ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞ് വ്യൂ കാണിച്ചില്ല, അടിപൊളി കേട്ടോ. ഇപ്പം കോടയും ഇവിടുന്ന് തന്നെ ഈ മലയുടെ ഒക്കെ സെറ്റാണ് ഞാൻ കാണിച്ചത്. മൊത്തം കോട. അവിടെ എന്താ വലിയ ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. വെള്ളം കാണുന്നുണ്ടോ അങ്ങ് ഏറ്റവും മേളില? അത് കോഴിക്കോട്. അതെന്താ സംഭവം? കോഴിക്കോട് ജില്ലയിലെ നോളജ് സിറ്റി എന്ന് പറഞ്ഞ മർക്കസിനെ നോളജ് സിറ്റി. അത് നോളജ് സിറ്റി എന്ന സംഭവം അത് കോഴിക്കോടുള്ള. അവിടെ നോക്കിയപ്പോ കോഴിക്കോട് വരെ കാണാം. അപ്പൊ കോഴിക്കോട് വരെ നമുക്ക് ഇവിടുന്ന് കാണാം. നമ്മൾ അടുത്ത സ്പോട്ടിലെത്തി, ഒരു ഹണി മ്യൂസിയം. ഇവിടെ പല ടൈപ്പ് തേൻ കിട്ടുമെന്ന് കേട്ട്, പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ കാണും, നോക്കാം. പല ടൈപ്പ് തേനുണ്ട്. സിദർ ഹണി, കുറ്റ് തേൻ, വയനാടൻ തേൻ, അങ്ങനെ കുറേ. നമുക്ക് അതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ കാണാനുള്ളൊരു ചാൻസ് ഉണ്ട്. പ്രോസസ്സിങ് യൂണിറ്റാണ് ഹണിയുടെ. എൻ്റെ പേര് മൂസിന എന്നാണ്. ഇത് നമ്മുടെ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ്. ഉള്ളിൽ ബീസുകളെ കുറിച്ചൊക്കെ അറിയാനുള്ള ചെറിയൊരു മ്യൂസിയം ആണുള്ളത്. സോ അവരുടെ പ്രോസസ്സിംഗ് യൂണിറ്റിൻ്റെ ഫുൾ ഫങ്ഷനിങ് അവർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. പിന്നെ അവർ ഹണി കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതെങ്ങനെ അവർ റിഫൈൻ ചെയ്യുന്നതെന്നും അതിൻ്റെ ക്വാളിറ്റി അവരെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തതെന്നും ഫുൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. പിന്നെ ഓരോ ഹണി കണ്ടു കഴിയുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി എങ്ങനെ നമുക്കെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നു. പിന്നെ ഓരോ ഹണി ബീസിൻ്റെ ലൈഫ് സൈക്കിള്, ക്വീൻ ബീയുടെ ലൈഫ് സൈക്കിള്, അവരെങ്ങനെ ഹണി പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നുള്ളത്, പിന്നെ ഡിഫറെൻറ്റ് ക്വാളിറ്റീസ് ഓഫ് ഹണീസ് എങ്ങനെയൊക്കെയാണെന്ന് അവർ കാണിച്ചു തന്നു. പിന്നെ അവരുടെ എക്യുപ്മെൻറ്റ്സ് ഫുൾ നമുക്ക് കാണിച്ചു തന്നു. പിന്നെ നമുക്കൊരു ടേസ്റ്റിംഗ് സെഷൻ ആയിരുന്നു. നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹണി അവർ ടേസ്റ്റ് ചെയ്യാൻ തരും. നമുക്ക് സിദർ ഹണി, ബ്ലാക്ക് ഫോറസ്റ്റ് ഹണി, പിന്നെ തുളസി മിക്സ് ആയിട്ടുള്ള ഹണി, ജിഞ്ചർ ഫ്ലേവേർഡ് ഹണി, അങ്ങനെ കുറേ ടൈപ്പ് ഹണി നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തരും. അതിൻ്റെ ഗുണങ്ങൾ അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. പിന്നെ അതിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ അവർ എന്തൊക്കെ ചെയ്യും, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് അവർ പറഞ്ഞു തന്നു. ലാസ്റ്റ് ഞാനൊരു സിദർ ഹണി എടുത്തു. ഇതിന് കുറേ ബെനിഫിറ്റ്സ് ഉണ്ടെന്നൊക്കെ. ബെനിഫിറ്റ്സ് ഒക്കെ പിന്നെ പറഞ്ഞുതരാം. ഇത് കുറേ ബെനിഫിറ്റ് ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ കുറേ ടൈപ്പ് ഹണിയുണ്ട്, ബ്ലാക്ക് ഫോറസ്റ്റ്, അങ്ങനെ കുറേ ഉണ്ട്. തൽക്കാലം ഇത് തന്നെ എടുത്തു. റൂമിലെത്തി. എനിക്ക് അധികം വീഡിയോസും സെറ്റാക്കാൻ പറ്റിയില്ല. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇവിടെ ഭയങ്കര പരിപാടി ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ അടിപൊളിയാണ്, അടിപൊളിയാ. ഈ സീൻ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടു?